ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈന കിച്ചൻ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ബേക്കറി ബട്ടർ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. കുറഞ്ഞ അളവിൽ ബട്ടർ ഉപയോഗിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ കേക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ മന്ന കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ ബട്ടൺ പ്രസ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു കിടിലൻ ടേസ്റ്റി ബട്ടർ കേക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അടുത്തതായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അതിനായിട്ട് 250 ml കപ്പിൽ 2 കപ്പ് മൈദ അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് അരിച്ച് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഈ ഒരു മിക്സിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കേണ്ട ആവശ്യമില്ല, ബേക്കിംഗ് പൗഡർ മാത്രം മതിയാവും. അടുത്തതായിട്ട് നമുക്കൊരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ബൗളിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവരുത് കേട്ടോ. വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ മുട്ട നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നന്നായിട്ട് പതഞ്ഞു പൊങ്ങി വരില്ല. അപ്പം നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കുക. അങ്ങനെ 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ആ മുട്ടയൊന്ന് പതഞ്ഞു വരുന്നത് വരെ ആദ്യം ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട തന്നെ ഇതുപോലെ ഇത്രയും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് പൊടിച്ച പഞ്ചസാര ഒരു 3-4 തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് രണ്ടും കൂടി നല്ല ഫ്ലഫി ആകുന്നവരെ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് ബീറ്റായി. ഇനി നമുക്ക് എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും 1 ടീസ്പൂൺ വാനില എസൻസും ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് രണ്ടും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. ബേക്കറിയിൽ നിന്നും കിട്ടുന്ന ബട്ടർ കേക്കിനും അതുപോലെ ടീ കേക്കിനൊക്കെ ഒരു പൈനാപ്പിൾ ഫ്ലേവർ ഉണ്ടാവും. അതുകൊണ്ടാണ് പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുത്തത്. രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എസൻസും ഒക്കെ ചേർത്തു. ഇനി നമുക്ക് അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു 2-3 തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനും ചേർത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ബാറ്റർ ഇതുപോലെ നല്ല ടൈറ്റ് ആവും. ഇനി വേണം നമുക്ക് ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനായിട്ട് നമ്മുടെ ബട്ടർ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഒരു സോസ് പാനിലേക്ക് ഞാനിവിടെ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. 1 കപ്പ് 250 ml ആണ് കേട്ടോ. അതിലേക്ക് ഒരു 100 ഗ്രാം ബട്ടർ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ പാല് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായി വരണം. അങ്ങനെ ബട്ടറൊക്കെ മെൽറ്റായി പാലിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ആ തിളച്ച പൊടി തന്നെ ചൂടോടുകൂടിയാണ് ഈ ഒരു ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒന്നിച്ച് ചേർത്ത് കൊടുക്കണ്ട. നമുക്ക് ആ ഒരു പാലിൻ്റെയും ബട്ടറിൻ്റെയും കൂടെ മിക്സ് കുറച്ചായിട്ട് ചേർത്തിട്ട് നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. അങ്ങനെ പാലൊക്കെ മുഴുവനും ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടിയിലൊക്കെ മിക്സ് ആകാതെ കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊരു സ്പാച്ചിൽ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിക്കോളൂ. ആ പാലിൻ്റെയൊക്കെ ഒരു മിക്സ് പാലൊക്കെ എവിടെയെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് മിക്സ് ആകാതെ കിടക്കുന്നുണ്ടെങ്കിൽ സ്പാച്ചിൽ വെച്ചിട്ട് മിക്സ് ആകുമ്പോൾ ഓക്കെ ആയിക്കോളും. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 8 ഇഞ്ചിൻ്റെ ഒരു ബേക്കിംഗ് പാനാണ് കേട്ടോ. അതിലേക്ക് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം
180°C തന്നെ ഒരു 40 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ ഓരോരുത്തരുടെ ഓവൻ്റെ ടെമ്പറേച്ചറിനൊക്കെ അനുസരിച്ച് ബേക്കിങ്ങിൻ്റെ സമയം മാറ്റം വരും. ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തന്നെ ഈ ഒരു കേക്ക് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലും ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ബീറ്റർ ഇല്ലാത്തവർക്ക് മിക്സിയിൽ ഇതുപോലെ മുട്ടയും പഞ്ചസാരയും എല്ലാം കൂടി അടിച്ചെടുത്തിട്ട് അങ്ങനെയും ഈ ഒരു കേക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് ടാപ്പ് ചെയ്ത് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. കേക്ക് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഞാനതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ശരിക്കും ടീ കേക്കൊക്കെ നമ്മൾ പിറ്റേ ദിവസം കട്ട് ചെയ്ത് കഴിക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ. ടീ കേക്ക് എന്നല്ല, ഏത് കേക്കാണെങ്കിലും ഒരു ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോഴായിരിക്കും ടേസ്റ്റ്. കണ്ടോ, ഈ ഒരു കേക്കിൻ്റെ ടെക്സ്ചറും അതുപോലെ ഒരു നല്ലൊരു കളറും പിന്നെ നല്ല ഹൈറ്റ് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. നല്ലൊരു അടിപൊളി കേക്കാണ്. സാധാരണ നമ്മൾ ബട്ടർ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു 250-300 ഗ്രാം ബട്ടർ നമ്മൾ എടുക്കണം ബട്ടർ കേക്ക് ഉണ്ടാക്കാനായിട്ട്. പക്ഷേ ഇത് ബട്ടർ നമ്മൾ കുറഞ്ഞ അളവിൽ എടുത്തിട്ട് നല്ല ടേസ്റ്റിയാണ്. നല്ലൊരു അടിപൊളി കേക്കാണ് കേട്ടോ. എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു കേക്ക് സെയിൽ ചെയ്യാം. വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണം. വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.